ന്റെ യൂസുകളെ പറ്റിയും കെമിക്കൽ പ്രോപ്പർട്ടിയെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്താണ് കെമിക്കൽ ചേഞ്ച്, എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നുള്ളത് ഉച്ച സമയമൊക്കെ അല്ലേ, നമുക്കൊരു സിനിമ ഒന്ന് കണ്ടുപോക്കിയാലോ. ഒരു ഉച്ച സമയമാണ്, നമുക്കൊന്ന് കണ്ടുപോകാം. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കൊന്നറിയാം. നിങ്ങൾക്ക് അറിയണ്ടേ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയണ്ടേ? നിങ്ങളെല്ലാവരും മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുള്ളവരായിരിക്കും അല്ലേ? മണിച്ചിത്രത്താഴ് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ചിലർ കണ്ടിട്ടില്ല. എന്നാ മണിച്ചിത്രത്താഴ് മോഹൻലാലിന്റെ ഒരു പഴയ മൂവിയാണ്. അതിനകത്ത് ഒരു സീനാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ സീൻ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണം. അതിനകത്ത് നിങ്ങൾക്ക് ഉള്ളതുണ്ട്, നോക്കിക്കോ. പക്ഷെ പോകുന്നതിന് മുമ്പ് പറഞ്ഞോ, ലോകത്തുള്ള ഒരു മരുന്നിനും ഒരു സൈക്കാട്രിസ്റ്റിനും നിന്റെ ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കേട്ടോ എന്താണ് പറഞ്ഞെന്നുള്ളത്? കേട്ടോ എന്താ പറഞ്ഞെന്നുള്ളത്? കേട്ടോ? ആ രംഗം നിങ്ങൾ കണ്ടിട്ടുള്ളായിരിക്കും. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും. സണ്ണി പറയുകയാണ്, സണ്ണി നകുലിനോട് പറയുകയാണ്. സണ്ണി ഡോക്ടറാണ് ഈ കഥാപാത്രത്തിൽ, സണ്ണി ഡോക്ടറാണ്. അപ്പോൾ സണ്ണി ഡോക്ടറുടെ നകുലിൻ്റെ അടുത്ത് പറയുകയാണ്, ഗംഗയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഈ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? പണ്ട് ആ ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, കേൾക്കാത്തവർക്ക് വേണ്ടി, ആ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഡോക്ടർ നകുലന്റെ അടുത്ത് പറയുകയാണ്, സണ്ണി ഗംഗയെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. എന്താ പറയാണ്? ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ബാക്കിയൊന്ന് കണ്ടു നോക്കാം. ഏത് വലിയ സൈക്കാട്രിസ്റ്റിന് ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാൻ ചെയ്യാം. വേണമെങ്കിൽ പുതിയൊരു ഗംഗയെ തന്നെ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം. പക്ഷെ അത് ജീവനുള്ള വെറും ഒരു കളിമൺ പ്രതിമയായിരിക്കും. അത് മതിയോ? പരിചയമുള്ള ആ ഗംഗയെ, ജീവസും തേജസ്സും എല്ലാം തന്റെ ആ പഴയ ഗംഗ തിരിച്ചു തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിന് രാത്രി കൂടെ നീ എനിക്ക് തരണം, പ്ലീസ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായി കാണും, സാർ എന്താ സിനിമ കാണിക്കുകയാണോ എന്നൊരു സംശയം ഉണ്ടായി കാണും അല്ലേ? അല്ല. അപ്പൊ എന്താ, രണ്ട് കാര്യങ്ങളാ ഇവിടെ പറയുന്നത് അല്ലേ? ഒന്ന്, ഡോക്ടർ എന്ത് ഉറപ്പ് കൊടുക്കുന്നുണ്ട്? നകലിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, പഴയ ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഉറപ്പ് ആർക്ക് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഓക്കെ, ക്ലിയർ ആവുന്നില്ല, ഞാൻ പറഞ്ഞോളാം, എനിക്ക് മനസ്സിലായി, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, പഴയ ഗംഗയെ തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഡോക്ടർ നകലിന് ഉറപ്പ് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ദ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി റിട്രീവബിൾ. ചേഞ്ചസ് എന്താണ്? ചില ചേഞ്ചസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അതാണ്ടോ നകുലന് സണ്ണി ഡോക്ടർ ഉറപ്പ് കൊടുത്തതുപോലെ ചില ചേഞ്ചസ്, അതായത് ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. ദാറ്റ് മീൻസ് സം ചേഞ്ചസ് ക്യാൻ ബി റിട്രീവബിൾ. ചില ചേഞ്ചസുകൾ എന്താണ്? നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ ഒരു ഐസ് ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. ആ ഐസ് നിങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊന്ന് വെളിയിൽ ഇറക്കി വെച്ച് നോക്കിയേ. കുറച്ച് കഴിയുമ്പോൾ ഐസ് എന്തായി മാറും? കുറച്ച് കഴിയുമ്പോൾ ഐസ് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. എക്സാക്ട്ലി, അതെന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അത് എത്തും. ദാറ്റ് മീൻസ് ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ റിട്രീവബിൾ ചേഞ്ച് ആണെന്ന് ഞാൻ പറയും. കാരണം ആ വാട്ടറിനെ നിങ്ങൾ പിന്നെ എടുത്തൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് നോക്കിയേ. എന്താ അവിടെ സംഭവിക്കുന്നത്? ആ വാട്ടർ പിന്നെ എടുത്തൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് നോക്കിയേ, അതെന്തായിട്ട് മാറും? പിന്നെ അത് ഐസായിട്ട് മാറും. എക്സാക്ട്ലി, ഈ ഒരു ഉറപ്പല്ലേ നകുലൻ, നമ്മുടെ ഡോക്ടർ സണ്ണി നകുലന് കൊടുക്കുന്നത് അല്ലേ? ദാറ്റ് മീൻസ് ദ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി റിട്രീവബിൾ. ചില ചേഞ്ചസ് നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ള ചേഞ്ചുകളെയാണ്, അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഫിസിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും, ഫിസിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി റിട്രീവബിൾ. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ ചേഞ്ചുകളെയും, നമ്മൾ ആ കണ്ട ഗംഗയെ പോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ ചേഞ്ചസിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വ്യക്തമായോ? ഒരു ഐസ് എടുത്ത് നിങ്ങൾ വെളിയിലേക്ക് വെച്ച് നോക്കുന്നു. ആ ഐസിനെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് വെള്ളമാക്കാൻ പറ്റും. വെള്ളത്തെ പിന്നെയും തിരിച്ച് നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഐസാക്കി മാറ്റാൻ പറ്റും. ദാറ്റ് മീൻസ് എ ഫിസിക്കൽ ചേഞ്ച് ഈസ് ഗോയിങ് ഓൺ. അവിടെ എന്താ നടക്കുന്നത്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇനിയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ സിനിമയുടെ ക്ലൈമാക്സ് ഇങ്ങനെ ആവുകയാണ്. ആ ഡോക്ടർക്ക് ആ ഗംഗയെ തിരിച്ച്, മണിച്ചിത്രത്താഴിനകത്ത് ആ പഴയ ഗംഗയെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഗംഗ ഒരു മാനസിക രോഗിയായി പോവുകയാണ്. ദാറ്റ് മീൻസ് സം ചേഞ്ചസ് ക്യാൻ ബി ഇറിട്രീവബിൾ.
തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഗംഗ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഡോക്ടർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ദാറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഈസ് കോൾഡ് കെമിക്കൽ ചേഞ്ച്. ആ ചേഞ്ചിനെയാണ് എന്തെന്ന് വിളിക്കുക? കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുക. ഗംഗയെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിനെ അല്ല നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുക. എന്തിനെ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുക? തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത, കെമിക്കൽ വേൾഡിൽ, കെമിസ്ട്രിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത, റിട്രീവ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ചേഞ്ചുകളെയും നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? എക്സാക്ട്ലി, ആരോ ആഷ് എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു വരികയായിരുന്നു. അങ്ങനത്തുള്ള ചേഞ്ചുകളെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുക? കെമിക്കൽ ചേഞ്ച് എന്ന്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പേപ്പർ എടുത്തൊന്ന് കത്തിച്ചു നോക്കുക. ഒരു പേപ്പർ എടുത്തൊന്ന് കത്തിച്ചു നോക്കുക. എന്താ സംഭവിക്കുന്നത്? വീട്ടിൽ ഇരിക്കുന്ന ബുക്കൊന്നും എടുത്ത് കത്തിക്കരുത്, വേറെ ഒരു വേസ്റ്റ് പേപ്പർ എടുത്ത് കത്തിച്ചു നോക്കുക. അതെന്തായിട്ട് മാറും? ചാരമായിട്ട് മാറും. അല്ലെങ്കിൽ വീട്ടിൽ അമ്മ അടുപ്പത്ത് വെക്കുന്ന, അരിയുടെ അടിയിൽ വെക്കുന്ന വിറക്, ദിവസം എന്ത് അമ്മ ചെയ്യുന്നത്? ആ വിറവെടുത്ത് കത്തിച്ചിട്ട്, ആ വിറവ് അണച്ചിട്ട് പിന്നെ തിരിച്ച് രണ്ടാമത്തെ ദിവസം ആ വിറവ് വെക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? ഇല്ല. ദാറ്റ് ബിക്കം ആഷ്. അതെന്തായിട്ട് മാറും? ചാരമായി പോവും. അതെന്തായിട്ട് പോവും? ചാരമായിട്ട് പോകുന്നു. ദാറ്റ് മീൻസ് ദിസ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആർ കോൾഡ് കെമിക്കൽ ചേഞ്ച്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ ചേഞ്ച്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്നൊക്കെ വിളിക്കുന്നത് ഇതിനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് അറിയുന്നത് മക്കളെ? എന്താ കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. ഫിസിക്കൽ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ദ ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി റിട്രീവബിൾ. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ ചേഞ്ചുകളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. ദാറ്റ് ചേഞ്ചസ് ദാറ്റ് കാനോട്ട് ബി റിട്രീവബിൾ. എന്താ? തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത എല്ലാ സാധനത്തെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച ആ പഴയ സിനിമ ഓർത്താൽ മതി, മണിച്ചിത്രത്താഴ് ഓർത്താൽ മതി. അത് ഏതാ? ഡോക്ടർ സണ്ണി നഗലിന് കൊടുക്കുന്ന ആ ഉറപ്പൊന്ന് ഓർത്താൽ മതി. എന്താ കൊടുത്ത ഉറപ്പ്? ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലേ? ആ പഴയ ഗംഗയെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് ടൈപ്പ് ഓഫ് ഗംഗ ഈസ് കോൾഡ്, ആ ഗംഗയെ നമുക്ക് എന്തൊരു പേരിട്ട് വിളിക്കാം? ഫിസിക്കൽ ഗംഗ എന്ന് പേരിട്ട് വിളിക്കാം. ഫിസിക്കൽ റിയാക്ഷൻ എന്ന പേരിട്ട് വിളിക്കാം. ഈ നോക്കിയേ, ആ ഗംഗയെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ആ ഗംഗയെ ഡോക്ടർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, ഗംഗ ഒരു മാനസിക രോഗിയായി പോയി, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് കോൾഡ്, ദാറ്റ് ടൈപ്പ് ഓഫ് ഗംഗ ഈസ് കോൾഡ് കെമിക്കൽ റിയാക്ഷൻ. അതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് കെമിക്കൽ റിയാക്ഷൻസ് കനോട്ട് ബി റിട്രീവബിൾ. അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കൽ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കൊന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിങ്ങളെ എന്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു. എന്താണ് യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എന്താണ് കെമിക്കൽ റിയാക്ഷൻ, എന്താണ് ഫിസിക്കൽ റിയാക്ഷൻ എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. എന്തൊക്കെയാണ് മെറ്റൽസിന്റെ യൂസുകളും എന്തൊക്കെയാണ് അവരുടെ ഉപയോഗങ്ങൾ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പ്രസന്റേഷൻ അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ ബാക്കിൽ ഫുട്ബോളിന്റെ ഇതൊക്കെ കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ അതൊക്കെ? എന്തുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇതിന് കൊടുത്തത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ? അപ്പോൾ അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് മെറ്റലുകളുടെ യൂസുകൾ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് മെറ്റൽസിന്റെ ഈ നോൺ മെറ്റൽസിന്റെ യൂസസ് എന്നുള്ളത് ജനറൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇങ്ങനെ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് എഴുതി നോക്കുകയാണെങ്കിൽ ഒരുപാട് യൂസസ് നമുക്ക് കാണാൻ പറ്റും. മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെ ഒരുപാട് യൂസസ് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും, ലേബൽ ചെയ്യാൻ പറ്റും ഈ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് യൂസസ് ആണ്. മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും കുറച്ച് യൂസസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ്, അതായത് മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തൊക്കെയായിരുന്നു ഫിസിക്കൽ പ്രോപ്പർട്ടി? ദേ ആർ ലെസ്റ്റർ ആണ്, ഡക്റ്റൈൽ ആണ്, മാലിബിൾ ആണ്, ഹീറ്റ് കണ്ടക്ടേഴ്സ് ആണ്, സോണറസ് ആണ് അല്ലെ? സൊണാരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇത്രയും പ്രോപ്പർട്ടി അവർ ഫിസിക്കലായിട്ട് കാണും. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഇവരെ ഒന്ന് ക്ലാസിഫൈ ചെയ്തൊന്ന് നോക്കിയാലോ? ലെസ്റ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ? നല്ല തിളക്കം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ദാറ്റ് മീൻസ് നല്ല തിളക്കമുള്ള സാധനം കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടാക്കിക്കൂടെ? That means shining property, luster property of metal can be used for the implementation of, അല്ലെങ്കിൽ used for the production of ഓർണമെന്റ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി എന്ത് യൂസ് ചെയ്യാൻ പറ്റും? മെറ്റൽസ് ലസ്റ്റർ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു ഉപയോഗം കിട്ടിയോ? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസ് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട്
തിൻ വയേഴ്സ് ആയിട്ട് അതിനെ ഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. തിൻ ആയിട്ട് നമുക്ക് മെറ്റൽസിനെ ഡ്രോ ചെയ്യാൻ പറ്റും. ആ പ്രോപ്പർട്ടിയെ നമ്മൾ ഡക്റ്റിലിറ്റി എന്ന പേരിട്ടാണ് വിളിച്ചത്. എന്തൊരു പേരിട്ടാണ് വിളിച്ചത്? ഡക്റ്റൈൽ എന്നാണ് ആ പ്രോപ്പർട്ടിയെ പേരിട്ട് വിളിച്ചത്. ദാറ്റ് മീൻസ് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഈ രണ്ടെണ്ണം കിട്ടിയോ? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് വയേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ഓർണമെന്റ്സ്. ഇനിയും അതിനെ തിൻ ഷീറ്റ്സ് ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ? തിൻ ഷീറ്റ് ആയിട്ട് അതിനെ ഡ്രോ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതിനെ എന്തിനു പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു? മാലിബിലിറ്റി. തിൻ ഷീറ്റ് ആയിട്ട് ഇതിനെ ഡ്രോ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി മാലിബിലിറ്റി എന്ന് വിളിക്കാൻ പറഞ്ഞു. ഇനിയും ഇതിനെ തിൻ ഷീറ്റ് ആയിട്ട് അടിച്ച് പരത്തിയോണ്ട് എന്താ ഗുണം? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റൂഫിംഗ്. റൂഫിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടു കാണും, വീട്ടിലൊക്കെ കണ്ടു കാണും, വീടിൻ്റെയൊക്കെ റൂഫിൽ മെറ്റൽ ഇതുകൊണ്ട് ഇട്ടിരിക്കുന്നത് കണ്ടു കാണും അല്ലേ? യെസ്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ റൂഫിംഗ് പർപ്പസ്. അതിനെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും? റൂഫ് ചെയ്യാനായിട്ട് പറ്റും. അത് നന്നായി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും അത്രേ. മെറ്റൽസ് നന്നായിട്ട് എന്തിനെ കണ്ടക്ട് ചെയ്യും? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും അത്രേ. അതുകൊണ്ട് ഈ ഹീറ്റിംഗ് കണ്ടക്ടിവിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന എപ്പോഴാണ്? നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഹീറ്റിംഗ് പ്രോപ്പർട്ടി ഏറ്റവും അധികം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് യൂട്ടൻസിൽസ് അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്, കുക്ക് ചെയ്യുന്ന യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്, മെറ്റൽ യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്തിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? മെറ്റൽസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടി നമുക്കറിയാം, സോണാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, സോണറസ് ആണെന്ന് പറഞ്ഞു. ദേ ആർ സോണറസ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ബെൽസ്. എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ബെല്ല് ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്തിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും? ബെല്ലുകൾ അതുപോലത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്തുകൊണ്ട്? ഇതുകൊണ്ട്. ഒന്ന് ക്യുക്കായിട്ടൊന്ന് നോക്കി. ആദ്യം ഞാൻ പറഞ്ഞു അത് ലെസ്റ്ററാണ്, തിളങ്ങുന്ന പ്രോപ്പർട്ടി. നിങ്ങൾ എപ്പോഴും കാണും. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് ഉപമിക്കാൻ പറ്റുന്ന ചെറിയ 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 സിറ്റുവേഷൻസ് ആണ്. നോക്കിയാൽ ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഓർത്ത് നിങ്ങൾക്ക് എക്സാം പേപ്പറിനകത്ത് പകർത്താൻ പറ്റുന്ന സാധനങ്ങളാണ്. ലെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നന്നായി ഷൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. ഷൈൻനെസ് കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? നല്ല ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ എന്തായിട്ട് മാറ്റുന്ന പ്രോപ്പർട്ടിയാണ്? വയേഴ്സ് ആയിട്ട്, തിൻ വയേഴ്സ് ആയിട്ട് ഡ്രോ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അതിനെ എന്തായിട്ട് മാറ്റാൻ പറ്റും? തിൻ വയേഴ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ എന്തായിട്ട് പറ്റും? തിൻ ഷീറ്റ്സ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ റൂഫിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ റൂഫൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? നല്ല മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ല? ഒരു ആർച്ച് ഷേപ്പിൽ. അതിനെ എന്തുകൊണ്ടുണ്ടാക്കിയതാ? ഈ മാലിബിൾ പ്രോപ്പർട്ടി കൊണ്ടുണ്ടാക്കിയതാ. ഇനിയും ഒന്നും ഓർത്തില്ലേലും നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യം മറക്കാതിരിക്കത്തില്ല. നമ്മൾ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂട്ടൻസിൽസ് ഉണ്ടാക്കും. പിന്നെ എന്താണ്? മണിയടിക്കുന്നത്. ഞാൻ നിങ്ങളെ മണിയടിക്കുന്ന പോലല്ല, ആ മണിയടിയല്ല. നിങ്ങൾ ക്ഷേത്രത്തിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? മണിയടിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പറയാൻ പറ്റും, ആർ മെറ്റൽസ് ആർ ഇമ്പോർട്ടൻ്റ് ദാൻ നോൺ മെറ്റൽസ്? ഞാനൊരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. മെറ്റൽസ് നോൺ മെറ്റലിനേക്കായി ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റ് ആണോ? ആണോ? അല്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? മെറ്റൽസ് നോൺ മെറ്റൽസിനേക്കായി ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ, പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നോൺ മെറ്റൽസിന് മെറ്റൽസിന്റെ അതേ പ്രാധാന്യം തന്നെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മൾ ശ്വസിക്കുന്ന വായു, ഓക്സിജൻ. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം നോൺ മെറ്റൽസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന്. മെറ്റൽസിന്റെ ഇമ്പോർട്ടൻസ് മറന്നു വരുന്നത്. നോക്കിയേ, ഒരു കിളി പറന്നു പോവുകയാണ്. ആ കിളി പറന്നു പോകുമ്പോൾ ഓക്സിജൻ ഇല്ല എന്ന് വിചാരിക്കുക. ഓക്സിജൻ മെറ്റലാണോ? നോ, ഓക്സിജൻ ഈസ് എ നോൺ മെറ്റൽ. ഓക്സിജൻ ഒരു നോൺ മെറ്റലാണ്. ഓക്സിജൻ ഇല്ല എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും? ഓക്സിജൻ ഇല്ലെങ്കിൽ കണ്ടോ, ഓക്സിജൻ ഇല്ലെങ്കിൽ എന്താ അവിടെ സംഭവിച്ചത്? ഓക്സിജൻ ഇല്ലെങ്കിൽ ആ കിളി എന്ത് ചെയ്തു? ചത്തു വീണു. ദാറ്റ് മീൻസ് ഇനി നിങ്ങൾക്ക് പറയാവോ, ആർ മെറ്റൽസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോൺ മെറ്റൽസ്? അല്ല, ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മെറ്റൽസും നോൺ മെറ്റൽസും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. ഇനി എന്താണ് നോൺ മെറ്റൽസിന്റെ യൂസസ് എന്നുള്ളത് നമുക്ക് കാണാം. നോൺ മെറ്റൽസിന്റെ ഏറ്റവും വലിയ യൂസ് ആണ്, നിങ്ങൾ കിണറ്റിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇടാറുണ്ടല്ലേ? കിണറ്റിൽ ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ടോ? പഞ്ചായത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ കൊണ്ടുതരുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യും? കിണറ്റിലേക്ക് ഇടും. ദാറ്റ് ഈസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റും? വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഒരു നോൺ മെറ്റലിനെ. ഇനിയും നിങ്ങൾ കണ്ടു കാണും, ഈ കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ വാഴയ്ക്കൊക്കെ ഇടുന്ന വളങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വാഴയ്ക്ക്, തെങ്ങിനൊക്കെ വളം കൊണ്ടിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? നോൺ മെറ്റലാണ്. സിന്തസിസ് ഓഫ് കെമിക്കൽസ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കെമിക്കൽസും നോൺ മെറ്റൽസ് ആണ്.
എല്ലാ കെമിക്കൽസും എന്താണ് നോൺ മെറ്റൽ. എല്ലാം നോൺ മെറ്റലാണെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുറച്ചൊക്കെ നോൺ മെറ്റലാണ്. നോക്കിയേ, വളങ്ങളുടെയൊക്കെ ഉപയോഗത്തിന് പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതാണ്ട് ഇത്രയും ഉപയോഗങ്ങളാണ് നോൺ മെറ്റൽസിന്. നോക്കിയേ എന്തൊക്കെയാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. സിന്തസിസ് ഓഫ് കെമിക്കൽസ്, കെമിക്കൽസിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നോൺ മെറ്റൽസിന്റെ കോമൺ ആയിട്ടുള്ള യൂസസ്. നോൺ മെറ്റൽസിന്റെ കോമൺ ആയിട്ടുള്ള യൂസസ് മനസ്സിലായ. ഇനിയുണ്ട് ഏറ്റവും വലിയ യൂസസ്. നിങ്ങൾ പിന്നെ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും വലിയ യൂസ് ആയിട്ട് നോൺ മെറ്റലിനെ കാണുന്നത്. മെഡിസിന്റെ എല്ലാ മെഡിസിൻസും നോൺ മെറ്റൽസിന്റെ ഒരു സമ്പ്രസമാണ്, ഒരു മിക്സറാണ്. നോൺ മെറ്റലിന്റെ ഒരു മിക്സറാണ് എല്ലാ മെഡിസിൻസും. സോ ഈച്ച് ആൻഡ് എവറി മെഡിസിൻസ് ക്യാൻ ബി സിന്തസൈസ്ഡ് ബൈ ദ യൂസസ് ഓഫ് നോൺ മെറ്റൽ. അതൊക്കെ എന്തിന്റെ യൂസസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും? നോൺ മെറ്റൽസിന്റെ യൂസസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നോൺ മെറ്റൽസിന്റെ 1-2 യൂസ് എക്സാമിന് ചോദിച്ചാലും സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? എന്തൊക്കെയാ അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ? ഒന്ന്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. സിന്തസിസ് ഓഫ് കെമിക്കൽസിന്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യാം. ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഒന്ന് നോക്കിയേ, ഞാൻ ഇതിനെ കോമൺ ആയിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യാണ്. നോക്കിയേ, എന്താണ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് മെറ്റൽസ് എന്ന്, അല്ലെങ്കിൽ എന്താണ് യൂസസ് ഓഫ് നോൺ മെറ്റൽസ് എന്നുള്ളത് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ലെസ്റ്റർ ആണ്. ലെസ്റ്റർ ആയതുകൊണ്ട് എന്താ ഗുണം? ലെസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഓർണമെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഡക്റ്റൈൽ, ചെറിയ വയേഴ്സ് ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്കതിനെ എന്താണ് ഇലക്ട്രിക് പർപ്പസിന് വേണ്ടിയിട്ട് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. മാലിബിൾ ആണ്. തിൻ ഷീറ്റ്, റൂഫിങ്ങിനൊക്കെ നമുക്ക് ആ തിൻ ഷീറ്റ്സ് യൂസ് ചെയ്യാം. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്, നന്നായി ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്തിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും? കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോണറസ് ആണ്. പള്ളിയിലെ അമ്പലങ്ങളിലെയൊക്കെ മണി ആലോചിച്ചാൽ മതി. ഇനിയും നോൺ മെറ്റൽസിന്റെ 1-2 യൂസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ? പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. സിന്തസിസ് ഓഫ് കെമിക്കൽസിന്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യാം. ഫെർട്ടിലൈസേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പെസ്റ്റിസൈഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മെഡിസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും യൂസസ് ആണ് നമ്മുടെ എന്തിനുള്ളതെന്ന് പറഞ്ഞാൽ, എന്തിനുള്ളത്? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിനുള്ളത്. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിനുള്ള ഇത്രയും യൂസ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് ക്ലിയർ ആയോ? എന്താണ് മെറ്റൽസിന്റെ നോൺ മെറ്റൽസിന്റെ യൂസസ് എന്നുള്ളത് ക്ലിയർ ആയോ? ഇനി ഏത് ഉറക്കത്തെ വിളിച്ച് തട്ടി എഴുന്നേപ്പിച്ച് ചോദിക്കുകയാണ്, ആകാശേ ആദിലെ ഒന്ന് എഴുന്നേറ്റിട്ട് പറയണം എന്താണ് ഇതിന്റെ യൂസസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? 1-2 യൂസ് എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞൂടെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? പറയാൻ പറ്റും. ഇനി ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകരുത്. ആരെ മറക്കരുത്? നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഗംഗയെ മറന്നു പോകരുത്. ഗംഗ എന്താണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് തിരിച്ചു കൊണ്ടുവരൽ ഈസ്, ദാറ്റ് ടൈപ്പ് ഓഫ് റിട്രീവബിൾ ചേഞ്ചസ് ആർ കോൾഡ്. ആ ചേഞ്ചുകളെ എന്തിന് പേരിട്ടാ വിളിക്കുന്നത്? പറഞ്ഞേ. ആ ചേഞ്ചുകളെ എന്തിന് പേരിട്ടാ വിളിക്കുന്നത്? അല്ലെങ്കിൽ ആ റിയാക്ഷൻസിനെ എന്തിന് പേരിട്ടാ വിളിക്കുന്നത്? തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എങ്കിൽ ടൈപ്പ് ചെയ്തേ. ആ റിയാക്ഷൻസിനെ എന്തിന് പേരിട്ടാ വിളിക്കുന്നത്? യെസ്, ഫിസിക്കൽ ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. എന്തിന് പേരിട്ട് വിളിക്കാം? ഫിസിക്കൽ ചേഞ്ച് എന്ന പേരിട്ട് വിളിക്കാം. ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ, ആ ഗംഗയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഒരു എക്സാമ്പിൾ പറയാമോ? ഫിസിക്കൽ ചേഞ്ചിന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എക്സാം പേപ്പറിൽ ഗംഗയെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം എഴുതി വെക്കരുതേ. ഫിസിക്കൽ ചേഞ്ചിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഐസ് വാട്ടർ ആവുന്നത്, വാട്ടർ തിരിച്ച് ഐസ് ആവുന്നത്. അല്ലെങ്കിൽ ഇനിയും കെമിക്കൽ ചേഞ്ചിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഒരു പേപ്പർ കത്തിക്കുന്നതൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്കതിന്റെ ഡീറ്റെയിൽഡ് യൂസസ് ഒന്ന് നോക്കാം. എന്താണ് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഡീറ്റെയിൽഡ് യൂസസ് ഒന്ന് നോക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റും, വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചു തരാം. എന്താണ് യൂസസ് ഓഫ് നോൺ മെറ്റൽ? നോൺ മെറ്റൽസിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നോൺ മെറ്റൽസ് ഈസ് ബേസിക് റിക്വയർമെന്റ് ഓഫ് ലൈഫ്. ലൈഫിന്റെ ഏറ്റവും വലിയ റിക്വയർമെന്റ് ആണ് നോൺ മെറ്റൽസ് എന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു, ഒരു കിളി ചത്തു വീഴുന്നത് കാണിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് ചത്തു വീണത്? ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉണ്ടായതുകൊണ്ടാണ്, ഓക്സിജന്റെ കുറവുണ്ടായതുകൊണ്ടാണ് ആ കിളി ചത്തു വീണത്. ദാറ്റ് മീൻസ് ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് ഓക്സിജൻ എന്താണ്? വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഓക്സിജന്റെ ആവശ്യമുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് നൈട്രജൻ ആണ്. നൈട്രജൻ ഒരു നോൺ മെറ്റൽ ആണ്. നൈട്രജന് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഫെർട്ടിലൈസേഴ്സിന്റെ ഈസി പ്രിപ്പറേഷന് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? നൈട്രജൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 3, ക്ലോറിനും ഫ്ലൂറിനും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ. ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ ആർ യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്ലോറിനും ഫ്ലൂറിനും. വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ വീട്ടിലൊക്കെ ഇടുന്നില്ലേ? ക്ലോറിൻ തളിക്കുക എന്നൊക്കെ പറയും. വെള്ളത്തിനകത്തൊക്കെ ക്ലോറിൻ ഒക്കെ ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയുണ്ട്, നിങ്ങൾ മുറിവിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ആന്റിസെപ്റ്റിക്സ് ഇതിനായിട്ട് അത് എന്ത് യൂസ് ചെയ്യാറുണ്ട്? വൂണ്ടിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ആന്റിസെപ്റ്റിക്സ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? നോൺ മെറ്റൽസിനെ യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡിസിൻഫെക്റ്റന്റ്. ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്രാക്കർ.
എന്താണ് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വലിയ ശബ്ദത്തിൽ പൊട്ടുന്ന പടക്കങ്ങളൊക്കെ കേട്ട് കാണും. അതിൻ്റെയൊക്കെ മാനുഫാക്ചറിന് നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? നോൺ മെറ്റൽസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു 6 യൂസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിലൊരു 3 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂസസ് ആണ് അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ. ഇനി മെറ്റലിനെ നമുക്കൊന്ന് എടുത്തു നോക്കാം. മെറ്റലിന്റെ യൂസസ് എന്താണ്? അവർ പൊതുവെ ഹാർഡാണ്, ടഫാണ്. അതുകൊണ്ട് എല്ലാ ഓട്ടോമൊബൈൽസും, നിങ്ങളുടെ വണ്ടികളുടെയൊക്കെ പാർട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും മിഷൻ്റെയൊക്കെ പാർട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും, ട്രെയിനൊക്കെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ, എല്ലാ മെറ്റൽ കൊണ്ടാണ് ട്രെയിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എയറോപ്ലെയിൻസ്, ഇൻഡസ്ട്രിയൽ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഡക്റ്റൈലാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവർ നല്ല കണ്ടക്ടേഴ്സാണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അവർ എന്താണ്, ഹീറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയുടെയൊക്കെ നല്ല കണ്ടക്ടേഴ്സാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഫുട്ബോളിൻ്റെ ആ പഴയ അജണ്ടയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ആ പ്രീ മാച്ചിൽ നമ്മൾ എന്തൊക്കെ ടോക്ക് ചെയ്തു എന്ന് നമുക്കൊന്ന് തിരിച്ചു പോയി ഒന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു നമ്മൾ ടോക്ക് ചെയ്തത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ്? അതിനു മുമ്പ് വാട്ട് ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് വാട്ട് ഈസ് കെമിക്കൽ പ്രോപ്പർട്ടി? ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫിസിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. മനസ്സിൽ ഓർത്തിരിക്കുക, എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട്, ആരെ കണ്ടിട്ടുണ്ട്? നമ്മുടെ ഗംഗയെ കണ്ടിട്ടുണ്ട്, മണിച്ചിത്ര താഴ്ന്നകത്ത് ഗംഗയെ കണ്ടിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഫിസിക്കൽ ചേഞ്ച്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ പഠിച്ചു. എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടി. ദേ ആർ മാലിബിൾ. ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റലിന്റെ ആദ്യത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ കണ്ടു, അവർ മാലിബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, ഹാർഡ് ആണ്, സോണറസ് ആണ്. അങ്ങനെ ഒരുപാട് ഫിസിക്കൽ പ്രോപ്പർട്ടി കണ്ടു. അതിനുശേഷം അവരുടെ യൂസസ് നമ്മൾ പഠിച്ചു. യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇത്രയും നിങ്ങൾ തൽക്കാലം പഠിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തായിരിക്കും പഠിക്കുന്നത്? അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? കെമിക്കൽ പ്രോപ്പർട്ടിയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാനായിട്ട് പോകുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടിയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു കാണും. ഇനിയും ഇതിന് ശേഷം നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഇന്ന് വൈകിട്ട് വാട്സപ്പിൽ വരും. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതിന് ശേഷം നമുക്ക് എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് പഠിക്കാനുണ്ട്. കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് 1-2 റിയാക്ഷൻസ് ആണ് മേജറായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. റിയാക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്താണ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, കെമിസ്ട്രിയിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് തുടങ്ങി വെക്കാം. എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത്? ഇത്രയേ ഉള്ളൂ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ കെമിസ്ട്രി, ഞാൻ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ, എന്താണ് കെമിസ്ട്രി എന്നുള്ളത്? അതായത് ഒന്നിൽ കൂടുതൽ മാറ്റർ കമ്പൈൻ ചെയ്തിട്ട് വേറൊരു പുതിയ സാധനം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കെമിസ്ട്രി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു അല്ലേ. നേരത്തെ നമ്മൾ കണ്ട നാരങ്ങ വെള്ളം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലേ. നാരങ്ങ നീരും ഉപ്പും പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഈ നാരങ്ങ വെള്ളം എന്ന് പറയുന്ന സാധനം അല്ലേ. അതിനകത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീരെടുത്ത് വെച്ചു, അതിനകത്ത് കുറച്ച് ഉപ്പിട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് കലക്കി. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, സ്റ്റുഡൻസ്, ഐ നീഡ് ദാറ്റ് ഷുഗർ ബാക്ക്. ആ ഇട്ട ഷുഗർ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ആ ഷുഗർ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ചില പ്രോസസ്സുകൾ വഴി നമുക്കതിനെ തിരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഇറിട്രീവബിൾ ചേഞ്ചസ്, അതായത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത എല്ലാ ചേഞ്ചസിനെ അല്ലെങ്കിൽ എല്ലാ റിയാക്ഷനെയും നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ്, ഫോർ എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അയൺ റസ്റ്റിംഗ് ഓഫ് അയൺ. അതായത് ഇരുമ്പ് തുരുമ്പിക്കുകയാണ്. ദാറ്റ് മീൻസ് വെള്ളം വീണിട്ട് ഇരുമ്പ് എന്ത് ചെയ്യാണ്? തുരുമ്പിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ തുരുമ്പിനെ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇരുമ്പാക്കാൻ പറ്റുമോ? ആ റസ്റ്റിനെ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇരുമ്പാക്കാൻ പറ്റുമോ?
ഇല്ല, പറ്റില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഈസ് കോൾഡ് ഇറിട്രീവബിൾ ചേഞ്ചസ്, അല്ലെങ്കിൽ ഇറിട്രീവബിൾ റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ രസകരമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടി. എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടി എന്നാണ്. ഒരു 4-5 റിയാക്ഷൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. റിയാക്ഷൻ വിത്ത് വാട്ടർ, റിയാക്ഷൻ വിത്ത് എയർ, അങ്ങനത്തെ 1-2 ചെറിയ ചെറിയ റിയാക്ഷൻസ് പഠിച്ച് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ടോപ്പിക് ഇതിനകത്തെന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ബാക്കി എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കുക. ഇത് പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് മൊത്തവും. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെന്റ് ആണ്. വീട്ടിൽ ചെന്ന് നന്നായിട്ട് ഈ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. NCERTയുടെ ടെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റിനകത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി വായിച്ചു. എന്നിട്ട് ഈ ടെക്സ്റ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടെ മാത്രമേ നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പഠിച്ചു. ഇന്ന് ഞാൻ പഠിപ്പിച്ച യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പേജ് നമ്പർ 51 കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിൻ്റെ നോൺ മെറ്റൽസിൻ്റെ യൂസസിനെ പറ്റി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൻ്റെ യൂസസ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ ഇരുന്നൊന്ന് വായിച്ചു നോക്കുക. ഈ ഒരു മെറ്റൽസിൻ്റെ യൂസസ് കൊടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ ഇരുന്നൊന്ന് വായിച്ചു നോക്കുക. ഇന്നത്തെ നിങ്ങൾ അസൈൻമെൻ്റ് ആണെന്ന് വായിച്ചു നോക്കുക. നോട്ട് വൈകിട്ട് തന്നെ വാട്സപ്പിൽ വരും. എല്ലാവരും ആ നോട്ടും പഠിക്കുക. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് പഠിക്കുക. വീട്ടിലിരുന്ന് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് സയൻസിൻ്റെതായിട്ട് ചെയ്തു നോക്കുക. യു ക്യാൻ ബി എ മാസ്റ്റർ ഇൻ ഇറ്റ്. അതിനകത്ത് നിങ്ങൾക്ക് തന്നെ മാസ്റ്റർ ആവാൻ പറ്റും. ഓക്കെ, ഹോപ്പ് യു ഓൾ എൻജോയ് ദ സെക്ഷൻ. താങ്ക് യു ഫോർ ഹിയറിംഗ്. താങ്ക് യു.